സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, നീ ഞങ്ങളെ പരിശോധിച്ചു, തീയിലും വെള്ളത്തിലും കൂടി ഞങ്ങളെ കടത്തി, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. പക്ഷെ അത്രയും കൊണ്ട് നിർത്തിയിരുന്നെങ്കിലോ ഒരു പരാജയമായനെ. പക്ഷെ അടുത്തത്, എങ്കിലും ദൈവമേ, അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക്, വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ടോ, സാധാരണ മനുഷ്യർ, ലോക മനുഷ്യർ, അവൻ ഇടുങ്ങിയ വാതിലല്ല, വിശാലതയുള്ള വാതിൽ, വലിയ വാതിൽ തിരഞ്ഞെടുക്കുന്നു, നാശത്തിലേക്കുള്ള വാതിൽ തിരഞ്ഞെടുക്കുന്നു. അവർ സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു, ഈ ലോക സുഖങ്ങൾ അനുഭവിക്കുന്നു, നാശത്തിലേക്ക് പോകുന്നു. പക്ഷെ ദൈവഭക്തൻ ഞെരുക്കത്തിന്റെ വാതിൽ തിരഞ്ഞെടുക്കുന്നു. അവൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ദൈവം അസൈൻ ചെയ്യുന്ന, ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ ആയിരിക്കുന്നു. പ്രതികൂലങ്ങളിലൂടെ അവൻ ശുദ്ധി ചെയ്യപ്പെടുന്നു. പക്ഷേ അവസാനം വിശാലതയിലേക്ക് അവൻ കിടക്കുന്നു. വ്യത്യാസം കണ്ടോ? 20 വർഷമാണ് യാക്കോബ് കഷ്ടപ്പെട്ടത്. രാത്രിയിലും പകലുമൊക്കെ ജോലി ചെയ്ത്, മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു തൊഴിലാളി എങ്ങനെ കഷ്ടപ്പെടുന്നു, ക്രൂരനായ ഒരു യജമാനന്റെ കീഴിൽ എങ്ങനെ കഷ്ടപ്പെടുന്നു, അതുപോലെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി എല്ലും തോലുമായി. പക്ഷേ 20 വർഷം കൊണ്ട് അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു രാജ്യമായി തീർന്നു. ദൈവം അവന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്താൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ഇതൊന്ന് ദൈവത്തിന്റെ പുറകെ പോകാത്തവനും ഇതെല്ലാം കിട്ടുന്നില്ല എന്ന് പറയില്ല. ദൈവം തരുന്നത് അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അത് സ്വഭാവമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. അപ്പോൾ അവന്റെ ഗിഫ്റ്റും അതുപോലെ ആയിരിക്കും, മഹത്വത്തോടെ ആയിരിക്കും ഒരു വിടുതൽ. ഇപ്പം നടക്കുന്ന ശുദ്ധീകരണങ്ങൾ കഷ്ടപ്പാടെന്ന് തോന്നുന്നവ കഷ്ടത്തിനല്ല, നാശത്തിനല്ല. പ്രതികൂലങ്ങൾ നന്മയ്ക്കാണ്, നിങ്ങളുടെ മഹത്വത്തിനാണ്.